നമസ്കാരം. വയനാട്ട് ദുരന്തത്തിൽ നമ്മുടെ കേരള സർക്കാർ ചിലവാക്കിയ തുക എന്ന രീതിയിൽ ഒരു രേഖ, ഒരു ഡോക്യുമെൻ്റ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ രൂപത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണെന്ന് പറയപ്പെടുന്നു. അതൊരിക്കലും ഒരു ചിലവാക്കിയ തുകയല്ല, അത് എസ്റ്റിമേറ്റ് ആണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി വൈകുന്നേരത്തെ ഒന്ന് പറഞ്ഞെങ്കിലും, പക്ഷേ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ ഇലക്ട്രോണിക് മീഡിയയിലും ഇതിൻ്റെ ചർച്ചയാണ്. പല കണക്കുകളും അവതരിപ്പിക്കുക എന്ന് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അത്രയും വലിയൊരു കൊള്ളയ്ക്കാണ് നമ്മുടെ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. എന്തൊരു വലിയ കൊള്ള! ഒരാളിൻ്റെ മൃതദേഹം, ആ മൃതദേഹത്തോടു പോലെയുള്ള ആദരവ് പോലും കാണിക്കാതെ ആ മൃതദേഹം ഹാരിസൺ മലയാളം ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്ത ആ സ്ഥലത്ത് ആ മൃതദേഹം ദഹിപ്പിക്കാൻ ഒരു മൃതദേഹത്തിന് 75,000 രൂപ ചിലവായെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വളരെയധികം കണക്കാണ്. 11 കോടി രൂപ വസ്ത്രത്തിന് വേണ്ടി ചിലവാക്കിയെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ രണ്ട് ജില്ലാ കളക്ടർമാർ അഭ്യർത്ഥിക്കുകയാണ്, കോഴിക്കോട് വയനാട് ജില്ലാ കളക്ടർമാർ അഭ്യർത്ഥിക്കുന്നത് പൊതുജനങ്ങളോടാണ്. ഇനി നിങ്ങൾ വസ്ത്രങ്ങൾ അയക്കരുത്, കാരണം അത്രയും കുമിഞ്ഞു കൂടി കിടക്കുന്നു ഇവിടെ. ആ ഒരു അവസ്ഥയിലാണ് ഈ കളക്ടർമാർ അഭ്യർത്ഥിച്ചത്. അപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. പാരിസ് കഫേലെ സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. വയനാട് ദുരന്തത്തിൽ വളരെ നമ്മൾ കൈമയ്യ മറന്ന് പ്രവർത്തിച്ചൊരു മഹാദുരന്തമാണ്. അതിന് രക്ഷാപ്രവർത്തകർ തുടക്ക ദിവസങ്ങളിൽ തന്നെ ആഹാരം കൊടുക്കാൻ യൂത്ത് ലീഗിൻ്റെ വോളണ്ടിയർ സംഘടന ഉണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ അത് അടച്ചു പൂട്ടിച്ചു. അവർക്കറിയാം ഇത് ഭാവിയിലുള്ള ഒരു കൊള്ളയ്ക്കുള്ള മാർഗമാണ്. അപ്പോൾ അവരെ അടച്ചു പൂട്ടിച്ച് സൗജന്യമായിട്ട് ആരും ഭക്ഷണം കൊടുക്കേണ്ടതാണ് പറഞ്ഞത്. കാരണം അതിന് പറഞ്ഞത് പേര് ഒരുപക്ഷെ പകർച്ചവ്യാധി വ്യാപിക്കുമെന്നാണ്. അടച്ചുപൂട്ടി സർക്കാർ തന്നെ കൊടുത്തു. അടച്ചുപൂട്ടി സൗജന്യമായി കുറച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ തയ്യാറായിരുന്ന ആൾക്കാരെ മനഃപൂർവ്വം പൂട്ടിച്ചിട്ട് അതിൻ്റെ ഭക്ഷണം കൊടുത്ത ചിലവിൽ 11 കോടി രൂപ ചിലവായെന്നാണ് നമ്മുടെ കേരള സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് സത്യവാങ്മൂലം. പക്ഷേ വൈകുന്നേരത്തായപ്പോഴത്തേക്ക് ഇതിൻ്റെ കളി മാറി. ഇതിൻ്റെ ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടിയോട് അടുത്തേക്കുന്ന, ഭരണത്തിലിരിക്കുന്ന CPM എന്ന പാർട്ടിയോട് അടുത്തേക്കുന്നവർ ഇതിനെ ന്യായീകരണമായി രംഗത്തെത്തി. ഇതൊരിക്കലും ഫൈനലായിട്ടുള്ളൊരു തുകയല്ല, നമ്മൾ ഇത് ഒരു എസ്റ്റിമേറ്റ് ഇട്ടതാണ്. അത് ആണ് വളരെ വിചിത്രമായൊരു വാദമാണ്. നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ട് ഈ തുകയാണ്, ഇങ്ങനെ ചിലവായ തുകയാണ്, നമുക്ക് ഇത്ര കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ കേന്ദ്രത്തിന് സമർപ്പിക്കുകയാണ് എന്നാണ് വളരെ വിചിത്രമായ വാദവുമായിട്ട് അവർ വന്നിരിക്കുന്നത്. കാരണം ഈ കേരളത്തിലെ ബ്യൂറോക്രാറ്റുകൾ അത്രയും വലിയ ബുദ്ധിജീവികളാണ്. ഇവരെക്കാട്ടിയും ഒന്നിനും കൊള്ളാത്ത ബുദ്ധിജീവികളാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിവിധ വകുപ്പുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഏമാന്മാർ വിശ്വസിച്ചു പോയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഇത്രയും വലിയൊരു കണക്ക്, ഞങ്ങൾ ഇത്ര കോടി രൂപ ഇന്ന വഴിക്ക് ചിലവാക്കി എന്ന് അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കുമ്പോൾ ഇവരത് കണ്ണും പൂട്ടി അപ്രൂവലാക്കും എന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കിയ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദവും ഈ ചുക്കിനും ചുണ്ടാമ്പനും കൊള്ളാത്ത രാഷ്ട്രീയക്കാരും ഭരണത്തിരിക്കുന്നവരും മാത്രമായിരുന്നു. സാധാരണ പൊതുജനങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു തുക, അല്ലെങ്കിൽ ഇത്രയും കോടി രൂപ നമ്മൾ ചിലവാക്കി, കുടിവെള്ളത്തിന് 60 കോടി ചിലവാക്കി, അല്ലെങ്കിൽ മൃതദേഹം ശരിപ്പിക്കാൻ 30 കോടി ചിലവാക്കി, യാത്രാ സൗകര്യത്തിന് 90 കോടി ചിലവാക്കി എന്ന് പറഞ്ഞ് വളരെ വിചിത്രമായൊരു തുക കൊണ്ടു ചെല്ലുമ്പോൾ അവരിത് അപ്രൂവ് ചെയ്യുമെന്ന് വിശ്വസിച്ച കേരളത്തിലെ ജനങ്ങളെ പോലെ മണ്ടന്മാർ വേറെ ആരുമില്ല. ഇത് ഒരു കേരള സംസ്ഥാനത്തിൽ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു സംസ്ഥാനത്തിലും ഇത്രയും വലിയ തുകയ്ക്ക് മൃതദേഹങ്ങൾ മറവ് ചെയ്യില്ല. അതവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരത് വെട്ടും. പക്ഷേ ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഉദ്ദേശവും ഇവർ തന്നെയാണ്. ഒരു 65,000 കോടി 70,000 കോടി ചോദിക്കുക. അപ്പോൾ ഈ ഇങ്ങനെ കള്ളക്കണക്ക് കൊണ്ട് 70,000 കോടി ആക്കുക, എന്നിട്ടിത് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. കേന്ദ്ര സർക്കാരിലെ വിവരവും ബുദ്ധിയുമുള്ളവർ എന്തായിരുന്നാലും ഇതിനെ ചോദ്യം ചെയ്യും. ഈ വയനാട് ദുരന്തം തുടങ്ങിയപ്പോൾ മുതൽ നാഷണൽ മീഡിയ മൊത്തം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ വരുന്ന സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന സഹായങ്ങൾ നാഷണൽ മീഡിയ മൊത്തം, അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതിലാണ് ഇങ്ങനെ പച്ചയ്ക്ക് കള്ളക്കണക്ക്. അതൊരു സർക്കാരിൻ്റെ ഒഫീഷ്യൽ രേഖയായിട്ട് നമ്മുടെ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ പോവുകയാണത്രേ. ഇതൊരു ഒഫീഷ്യൽ രേഖയായിട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ കേന്ദ്രത്തിലിരിക്കുന്ന വിവരമുള്ള ഉദ്യോഗസ്ഥർ അത് വെട്ടുമെന്ന് തീർച്ചയായിട്ടും ഈ കേരളത്തിലിരിക്കുന്ന വെട്ടി കുഷ്പണ്ടാൾക്കറിയാം, ബ്യൂറോക്രാറ്റുകൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ലോകത്തെങ്ങുമില്ലാത്ത ഈ വെള്ളരിക്ക പട്ടണത്തിലെ കണക്കുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. 60,000 കോടി ചോദിച്ചു. ഇങ്ങനെ 60,000 കോടി അവിടെ ചെല്ലുമ്പോൾ അവർ സത്യസന്ധമായ കണക്കെടുത്ത് ഒരു 5,000 കോടിയോ 6,000 കോടിയോ കൊടുക്കും. എന്നിട്ട് ഇവിടെ നിലവിളിയാണ്, നമ്മൾ ചോദിച്ച് കിട്ടിയില്ല എന്ന് നിലവിളി. സത്യസന്ധമായ കണക്കല്ല കൊടുത്തത്. ഈ മുൻകാലങ്ങളിൽ നടന്നതും ഇത് തന്നെയായിരിക്കും. കാരണം അന്നൊന്നും ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല.
അതിൻ്റെ കൊടുത്തതിൻ്റെ വിശദമായ കണക്കുകൾ പുറത്തുവരാത്തോളം നമുക്ക് അതിനെക്കുറിച്ച് അറിയാനും കഴിയില്ല. ഇവർ പറയുന്നത് കേന്ദ്രം തരുന്നില്ല എന്നാണ്. ഇതുപോലെ പെരുപ്പിച്ച് കാട്ടിയ കണക്കുകൾ കൊണ്ടുവന്ന് ഒരു കള്ളരേഖകൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ കണ്ണടച്ചതിൽ ഒപ്പിടുമെന്ന് വിശ്വസിക്കുന്ന ഇതിലെപ്പോലെ വിട്ടിക്കുഷ്മാണ്ഡങ്ങൾക്ക് മാത്രമേ ഇത് വിശ്വസിക്കാൻ കഴിയൂ. തലമണ്ടയ്ക്ക് താമസമുള്ളവർ ആരും ഇത് വിശ്വസിക്കില്ല. അവരിത് വെട്ടിയിട്ട് യഥാർത്ഥമായ കണക്കുകൾ ഇടും. അവിടെയാണ് നമുക്ക് പെശക് എത്തുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു മൃതദേഹം അടക്കാൻ 6000 രൂപ വേണമെങ്കിൽ അവർ വെട്ടിയത് 3000 രൂപ. തീർച്ചയായും ഒരു 6000 രൂപ മൃതദേഹം അടക്കാൻ ചിലവാക്കി ഒരു 9000 രൂപ ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ 7000 രൂപ തന്നാണ്. ഇവർ ഒരു മൃതദേഹം അടക്കാൻ 75000 രൂപ. ലോകത്തിൽ ഏത് കോണിൽ ചെന്നാലാണ് 75000 രൂപയാണ് ഒരു അന്ത്യകർമ്മത്തിന് വേണ്ടി വരുന്നത് ആർക്കും അറിയില്ല. സ്വർണ്ണ ശവപ്പെട്ടിയിൽ കുഴിച്ചിട്ടാൽ പോലും അത്രയും വേണ്ടി വരും തോന്നില്ല. അതാണ് നമ്മുടെ ഈ കേരളത്തിലെ ബ്യൂറോക്രാറ്റുകൾ നമ്മുടെ സർക്കാരിനെ കൊണ്ടിത് ചെയ്യുന്നത്. എന്തായാലും സെപ്റ്റി ടാങ്കിൽ കൈയിട്ടാൽ പോലും നക്കുന്ന കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരെ ഈ ദുരിതാശ്വാസ തുക എത്ര കേന്ദ്രം തന്നാലും അതിൽ നിന്ന് നല്ലൊരു വിഭാഗം ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും ബ്യൂറോക്രാറ്റുകളും അടിച്ചു മാറ്റും. ബാക്കി മാത്രമായിരിക്കും വയനാട്ടിലുള്ളവർക്ക് കിട്ടാൻ പോവുക. അവർക്കിത് കിട്ടി വരുമ്പോഴത്തേക്കും അവരുടെ ഒരു തലമുറ ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞിരിക്കും. ഇപ്പോഴും ദുരിതത്തിലാണവർ. ആ ദുരിതത്തിലൊക്കെ ആണ്ടുകിടക്കുന്ന ജനതയെ വച്ചിട്ടാണ് കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാനായിട്ടൊരു കള്ളക്കണക്കുണ്ടാക്കി അത് പൊതുജന മധ്യത്തിൽ എത്തിച്ചിരിക്കുന്നത്. നാണമില്ലാത്തൊരു സർക്കാരും നാണമില്ലാത്ത കുറച്ച് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും. അല്ലാതെ എന്ത് പറയാം. പാരിസ് കഫേയിൽ വീണ്ടും കാണാം. ചൂടുള്ള ചായക്കൊപ്പം.